നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലതിക മാഡം പോയി കഴിഞ്ഞാൽ പിന്നെ എന്നോട് അടികൂടാനും എന്നെ വഴക്ക് പറയാനും ഈ വീട്ടിൽ ആരാ ഉള്ള? എനിക്ക് വല്ലാതെ വിഷമം വരുന്നു. അപ്പോ ചേച്ചി പോകുന്നില്ല, എനിക്കും വിഷമമുണ്ട് രാജേട്ടാ. കൺമുന്നിലൂടെ ഓരോന്നോരോന്നായി നടക്കുന്നത് വെറും കാഴ്ചക്കാരനായി കണ്ടു നിൽക്കുന്നതിന്റെ വേദന എന്താണെന്ന് അമ്മയ്ക്ക് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്തു തരണം. കല്യാണവും കഴിഞ്ഞ് അശ്വിന്റെ കൂടെ അവള് US പറക്കുമ്പോ എയർപോർട്ടിൽ ചെന്ന് ടാറ്റ കാണിക്കാൻ എന്റെ വിധി എന്നാ തോന്നുന്നത്. ഈ അംബിക ഇവിടെ ഉള്ളപ്പോഴോ ഈ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. US അശ്വിൻ തിരിച്ച് ഫ്ലൈറ്റ് കയറാനായിട്ട് പോകുമ്പോ ദേ നീ വേണമെങ്കിൽ പോയി യാത്രയപ്പ് നടത്തിക്കോ. പക്ഷേ ഋതിക അവനൊപ്പം കാണില്ല, നിന്റെ ഒപ്പം ആയിരിക്കും. നീ ചാർത്തിയ താലിയും കഴുത്തിലണിഞ്ഞ് നിന്റെ ഒപ്പം. ഋതികയുമായുള്ള അശ്വിന്റെ വിവാഹമല്ല, നിന്റെ വിവാഹം നടക്കൂ. ഞാനത് നടത്തിയിരിക്കും. നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ ഒപ്പം പഠിച്ച കുമാരനില്ലേ, ക്ഷേത്രത്തിനടുത്ത് ചായക്കടത്തുന്നത്, അവന്റെ മകള് മരിച്ചുപോയി. അയ്യോ, ആ കുട്ടിക്ക് എന്ത് പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്തോ പ്രേമനൈരാശ്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു കാര്യത്തിലും സമാധാനപ്പെടാൻ അറിയില്ലല്ലോ. നമ്മുടെ സ്ത്രീയുടെ കാര്യം ആലോചിക്കുമ്പോ പേടിയാവുക. നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു വിട്ട അവളെന്തെങ്കിലും അഭിവേഗം കാണിക്കുന്ന. അങ്ങനെയൊന്നും വാവുണ്ട് പറയല്ലേ വേണിച്ചേട്ടാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ദാരിദ്ര്യം, മാറാത്ത നമ്മുടെ ദാരിദ്ര്യം കാരണമല്ലേ കുട്ടികളുടെ ആഗ്രഹത്തിന് നമ്മളെതിരേക്കണത്. കയ്യില് കാശുണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ചെന്ന് നമുക്ക് രുക്മിണിയുടെ മുമ്പിൽ സംസാരിക്കായിരുന്നു. നമ്മുടെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നുന്നു എനിക്ക് പേടിയാവുന്നു. രാധേ, വേണുവേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. രുക്മിണിയോട് ഞാൻ സംസാരിച്ചു. രമ്യ രാജുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ശ്രീയെ ഹരീഷിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് രുക്മിണി എന്ന് പറഞ്ഞു? ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. അതിനിടയ്ക്ക് നമ്മൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നില്ലേ. അക്കാര്യം രുക്മിണിയോട് ചോദിക്കാൻ പിന്നെ എനിക്ക് സമയവും കിട്ടിയില്ല. എന്റെ ചങ്കരപ്പടുപ്പ് കാരണം ഒരു സമാധാനമില്ല. രമ്യയും രാജുമായിട്ടുള്ള വിവാഹം അവർക്ക് സമ്മതമാണല്ലോ. എന്തായാലും രുക്മിണി സമ്മതം മൂടുന്ന എന്റെ മനസ്സ് പറയണു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പൊ തന്നെ രുക്മിണിയെ കാണാൻ പോയാലോ? വേണ്ട, ഇപ്പൊ രാത്രി ഒരുപാടായില്ലേ. ഒരു ശുഭകാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ അവിടെ ചെന്ന് കയറണത്. അത് ഈ രാത്രിയിൽ വേണ്ട, ഒന്ന് നേരം വിളിക്കട്ടെ. നാളെ രാവിലെ നല്ല നേരം നോക്കി നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.